എങ്ങാനും അച്ഛന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മകനും മരുമകളും മനസ്സ് വെച്ച് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ തീരുമാനിച്ച കാത്തിരിപ്പിന് വർഷങ്ങൾ വേണ്ട, ഇന്നും വരാം. കല്യാണം കഴിഞ്ഞ ഏതു പെണ്ണിന്റെ ആഗ്രഹമായിരിക്കും ഒരു കുഞ്ഞ്. അങ്ങനൊരാഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ ഞാനും ആഗ്രഹിച്ചതാ. എന്നിട്ട് ഒരു കുഞ്ഞു പോയിട്ട് പാവ പോലും കിട്ടിയില്ലല്ലോ. സത്യത്തിൽ എന്താ ചേച്ചി നന്ദേട്ടന് പറ്റിയത്? ചേച്ചിയോട് അതിനെ പറ്റിയൊന്നും ചോദിക്കരുതെന്ന് കരുതിയതാ. എത്രയോ മാസങ്ങൾ നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞതല്ലേ. അതൊക്കെ എന്നിൽ തന്നെ ഇരിഞ്ഞടങ്ങിക്കോട്ടെ. ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുന്ന ദിനങ്ങളാ. എവിടെ ആർക്കാ എന്താ പിഴച്ചതെന്നോ തെറ്റിയതെന്നോ അന്നും ഇന്നും എനിക്കറിയില്ല. ഒന്നു മാത്രം അറിയാം, എന്റെ തലവിധിയായിതെന്ന്. അങ്ങനെ നിങ്ങളിലൊരു ചെറുമകൻ ഉണ്ടായി കാണാൻ അങ്കിൾ ആഗ്രഹിച്ചില്ലല്ലോ. അന്നും ഈ പഴയ ബുക്കും പേരും ജാതകവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണമല്ലോ. അതെന്താ അന്ന് തോന്നാതിരുന്നേ? നിന്റെ ചോദ്യങ്ങളും സംശയങ്ങളും ഒന്നും എന്നോട് വേണ്ട. ഉത്തരവില്ലാതെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്റെ പക്കൽ. പക്ഷേ ഇപ്പൊ അതൊക്കെ മാറ്റിവെച്ച് അവന്തിക ചില ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നെല്ലിശ്ശേരിയിൽ വന്നതിനു ശേഷം പലതും ക്ഷമിച്ചു, സഹിച്ചു. പക്ഷേ ഇനി അതില്ല. കൊറേയൊക്കെ എനിക്ക് അറിയാം ചേച്ചിയുടെ സ്ട്രഗിള്. നിനക്കെന്നല്ല, ആർക്കും അറിയില്ല. എന്റെ ഉള്ളിൽ എരിയുന്ന തീ, അതിന്റെ ചൂടിൽ ഞാൻ എരിഞ്ഞടങ്ങ. എല്ലാം ഞാൻ തല്ലിക്കെടുത്തും. നെല്ലിശ്ശേരി എന്റെ കൈക്കുള്ളിൽ മാത്രം ഉൾക്കൊണ്ട് നേടാനുള്ളതെല്ലാം ഞാൻ നേടും. അതൊക്കെ നടക്കട്ടെ. പക്ഷേ ഇപ്പൊ വിഷയം വേറെയാ. നെല്ലിശ്ശേരിയിലെ അനന്തരാവകാശി, സച്ചിയിലും അർച്ചനയിലും ഉണ്ടാകുന്ന കുഞ്ഞു കോടീശ്വരൻ. അവർക്ക് കുട്ടികളെ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോഴോ? ചേച്ചി തീരുമാനിച്ചെന്നോ? അതെങ്ങനെ? സമയാവുമ്പോ എല്ലാം നീ അറിയും. അതുവരെ ചോദ്യമില്ല. നമുക്ക് അച്ഛന്റെ ഇഷ്ടത്തിന് ചെറുമക്കളുടെ പേര് കണ്ടുപിടിച്ച് കളിക്കാം. എന്താ? അച്ഛന്റെ മാനസികാവസ്ഥ ഇപ്പൊ വല്ലാത്ത രീതിയിലാ. ആവശ്യമില്ലാത്ത പിടിവാശികളും സെന്റിമെന്റ്സും. ഇതൊന്നും കണ്ട് താമസിക്കണ്ട. വിഷമിക്കാതിരിക്കാൻ ഞാൻ കല്ലുകൊണ്ടുണ്ടാക്കിയൊന്നും അല്ലല്ലോ സച്ചേട്ടാ. അച്ഛൻ്റെ അമ്മയുടെ മനസ്സറിയുന്നൊരു മകളാ ഞാൻ. അച്ഛൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. സച്ചേട്ടനെ എത്രമാത്രം കഴിയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാ ഒരു മുൻകൂർ ജാമ്യം പോലെ സച്ചേട്ടൻ പറഞ്ഞത് അച്ഛൻ്റെ മാനസികാവസ്ഥ ശരിയല്ല എന്ന്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അച്ഛനുള്ളിൽ പേടിയാണിപ്പോ. എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഉണ്ടാവും. മനുഷ്യന്റെ കാര്യമല്ലേ. ആ പേടിയിൽ നിന്നാ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതെനിക്ക് മനസ്സിലാവഞ്ഞിട്ടല്ല അർച്ചനെ. ഞാൻ തന്റെ കഴുത്തിൽ താലി കെട്ടിയത് പോലും അച്ഛനെ ഓർത്ത് മാത്രമാണ്. അച്ഛന്റെ ആരോഗ്യത്തെ കരുതി മാത്രമാണ്. അച്ഛന്റെ ഈ ആഗ്രഹത്തിൽ എന്താ തെറ്റെന്ന് സച്ചേട്ടൻ പറ. തെറ്റൊന്നുമില്ല, എല്ലാം ശരിയാണ്, എല്ലാം. പക്ഷേ അച്ഛന്റെ ആഗ്രഹം കലശലായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ ജനിക്കുന്നതിന് മുമ്പേ കുഞ്ഞിന് പേര് പോലും കണ്ടുവയ്ക്കാൻ തിടുക്കം കൂട്ടുന്നത്. പക്ഷേ ഒരിക്കലും അച്ഛന്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഞാൻ നിന്നിട്ടില്ല. അച്ഛന്റെ ആഗ്രഹപ്രകാരം തന്നെയാ MBA പഠിച്ചതും കമ്പനിയുടെ ചുമതല ഏറ്റെടുത്തതൊക്കെ. പക്ഷേ ഇത് ഞാൻ എങ്ങനെ സാധിച്ചു കൊടുക്കുന്ന? അതിനുള്ള കാരണം അച്ഛൻ തിരക്കില്ലേ? അപ്പൊ എന്ത് ചെയ്യും സച്ചേട്ടൻ? അന്നറിയാതെ പറഞ്ഞ പോലെ ഇവളെന്റെ ഭാര്യയല്ലെന്ന് പറയൂ. അതിനെപ്പറ്റി എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. നമുക്കിടയിൽ വാസ്തവത്തിൽ എന്താണെന്ന് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛനുണ്ടാവില്ല. ഇവിടെ എനിക്ക് തന്റെ സപ്പോർട്ട് വേണം. എന്ത് സപ്പോർട്ട്? എനിക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിക്കുന്ന താൻ ഈ സമയത്ത് എന്നെ കൈവിടില്ലല്ലോ. ഈ സമയത്ത് നല്ല സച്ചേട്ടാ. ജീവിതത്തിൽ ഒരിക്കലും സച്ചേട്ട കൈവിടാൻ എനിക്കാവില്ല. അതെ, നമുക്കേതായാലും 2 പേരുകൾ കണ്ടുപിടിക്കാം. താൻ മോന്റെയും
ഞാൻ മോളുടെ. ആരുടെയൊക്കെ? ഞാൻ മോളുടെ പേരും താൻ മോന്റെ പേരും. ഈ പേരുകള് നമുക്ക് ഏതായാലും ആവശ്യം വരും. നമ്മൾ ഏതായാലും പിരിയുമല്ലോ അധികം വൈകാതെ. അപ്പോ തന്നെ ഞാൻ നല്ലൊരു ബന്ധം നോക്കി വിവാഹം കഴിപ്പിക്കും. അതില് തനിക്കൊരു കുഞ്ഞുണ്ടാവും. അത് മോനായിരിക്കും. അപ്പോ ആ പേര് തന്റെ മകനിടാ. പക്ഷേ ഞാൻ കണ്ടുപിടിക്കുന്ന പേര് എന്റെ ജീവിതത്തിലേക്ക് അമ്മൂന് കിട്ടുമെന്ന് എനിക്കറിയില്ല അർച്ചന. അവളെ എന്റെ ജീവിതത്തിലേക്ക് കിട്ടിയാലേ ഞാൻ തേടിപ്പിടിക്കുന്ന മോളുടെ പേരിന് അർത്ഥം ഉണ്ടാവുള്ളൂ. നമ്മളൊരു കാര്യം വല്ലാതെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ആഗ്രഹിച്ച അത് നടക്കും സച്ചേട്ട. അത് ലോകം തെളിയിച്ചിട്ടുള്ളതാ. എത്ര എത്ര ഉദാഹരണങ്ങള്. അപ്പോ നടക്കുമല്ലേ? എനിക്കെന്റെ അമ്മൂനെ കിട്ടുമല്ലേ? അപ്പോ ഞങ്ങൾക്കൊരു മോളും ഉണ്ടാവുമല്ലേ? ഒരു നിമിഷം എന്നെ പറ്റിയൊന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ സച്ചേട്ടാ നിങ്ങൾക്ക്? ആഹാ, മോന്റെ പേര് ആലോചിക്കല്ലേ? എങ്കിൽ ഞാനും ആലോചിക്കട്ടെ. എത്ര ആവേശത്തോടെയാ ജനിക്കാത്ത മക്കൾക്ക് വേണ്ടി അച്ഛൻ പേര് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അമ്മു ഒത്തിരി ഭാഗ്യം ചെയ്തവളാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെയും ഭ്രാന്തമായി ഒരാൾക്ക് അവളെ സ്നേഹിക്കാൻ കഴിയൂ? ഐ ഗോട്ട് ഇറ്റ്. എനിക്ക് കിട്ടി. നമ്മുടെ മോളുടെ പേര് കിട്ടി. നമ്മുടെ മോള്. സോറി, മോളുടെ പേര് കിട്ടി. തനിക്ക് കിട്ടിയോ? എനിക്കും കിട്ടി. പക്ഷെ അത് നമ്മുടെ മോനെന്ന് പറയാനാ എനിക്കിഷ്ടം. അച്ഛൻ നമ്മുടെ മോന്റെ പേരാ ചോദിച്ചത്, അല്ലാതെ സച്ചേട്ടൻ അമ്മൂല് ജനിക്കാൻ പോകുന്ന മോന്റെ പേരല്ല. അങ്ങനെയൊന്നും നടക്കുന്ന കാലത്ത് അമ്മ കണ്ടുപിടിച്ചോട്ടെ പേരുകൾ. അർച്ചന, താനിതൊക്കെ പറ്റുന്നില്ല സച്ചേട്ടാ. മനസ്സിലടക്കി പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. ഞാനൊരു നമുക്ക് ഏതായാലും പേരുകളൊന്നും ഇപ്പൊ പറയണ്ട. അച്ഛനടുത്ത് പറയാം. അതുവരെ മക്കളുടെ പേരുകൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ.
ചേച്ചി ജനിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും ജനിക്കാൻ സാധ്യതയില്ലാത്ത കുഞ്ഞിന് വേണ്ടി ഞാൻ ഇങ്ങനെ തല പുകഞ്ഞ് പേരന്വേഷിക്കുന്നത്? അത് നിനക്ക് ഗുണം ചെയ്യും. അതെങ്ങനെ? ഇപ്പൊ കണ്ടെത്തുന്ന പേര് നിന്റെ കുഞ്ഞിനെങ്കിലും ഇടാലോ. എന്താ അത് കേട്ടപ്പോ ഒരു നാണം? അല്ല, ഞങ്ങളുടെ കുഞ്ഞിന് ഞങ്ങൾ അന്നേരം പേര് കണ്ടുപിടിച്ചോളാം. ഇപ്പോഴേ കണ്ടുപിടിച്ചാലേ ഔട്ട് ഓഫ് ഫാഷനായി പോവും. അതൊക്കെ എന്തേലും ആയിക്കോട്ടെ. ഇപ്പൊ ആൾക്കാരുടെ കണ്ണി പൊടിയിടാൻ എന്തെങ്കിലും ഒരു പേര് കണ്ടുപിടിക്ക. ചേച്ചി കണ്ടുപിടിക്കുന്നില്ലേ? ഞാൻ എപ്പോഴേ കണ്ടുപിടിച്ചു. അതൊന്ന് പറ കേൾക്കട്ടെ. ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ നീ നിന്റെ കാര്യം നോക്ക്. എനിക്കിത്തിരി ജോലിയുണ്ട്. ചേച്ചിയെ പിടികിട്ടുന്നില്ലല്ലോ. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്നാണോ പറഞ്ഞത്? അതോ പിന്നെന്തിനാ ചേച്ചി പേര് കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നത്? എടുത്തി എടുത്തി പേര് കണ്ടുപിടിച്ചോ? എപ്പോഴേ കണ്ടുപിടിച്ചു. അവരുടെ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ തീരുമാനിച്ചതാ. സച്ചിക്കും അർച്ചനയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ലൊരു പേര് കണ്ടുപിടിച്ചു വെക്കണം. ആഹാ, അച്ഛനേക്കാൾ അഡ്വാൻസ്ഡ് ആണല്ലോ ഏട്ടത്തി. എന്തെന്നൊരു ക്ലൂ തരാൻ പറ്റുമോ? നോ ക്ലൂ. അത് മാത്രം മോള് ചോദിക്കരുത്. ട്രഡീഷണൽ ഓർ ന്യൂജൻ? അതെങ്കിലും പറ പ്ലീസ്. ന്യൂജൻ അല്ല, നല്ല ആഠ്യത്തുള്ള ട്രഡീഷണൽ പേരാ. അത് മതി ഏട്ടത്തി. ഇപ്പൊ ആൾക്കാരൊക്കെ പഴയ പേരെ ഇടുന്നേ. അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. എന്നാ പിന്നെ ഷിബു, ബാബു, ശശി എന്നൊക്കെ മതിയോ? അതൊക്കെ മോശം പേരുകളാണോ? അതിനൊക്കെ നല്ല അർത്ഥങ്ങളുണ്ട് അനഘെ. ഇനി അനഘ പറഞ്ഞ ഷിബുവിന്റെ പിന്നില് സച്ചിദാനന്ദൻ എന്നുകൂടെ ചേർക്കുമ്പോ ഷിബു സച്ചിദാനന്ദൻ എന്ത് ഗമയുള്ള പേരാ. സകലതിനെയും അവജ്ഞയോടെ കാണരുത് അനഘെ. സച്ചേട്ടന്റെ കുഞ്ഞിന് വേണ്ടി അനഘ എന്ത് പേരാ കണ്ടുപിടിച്ചേ? പിന്നെ നാട്ടിൽ കണ്ടവരുടെ മക്കൾക്ക് പേര് കണ്ടുപിടിക്കലല്ലേ എന്റെ പണി. സച്ചേട്ടനും അർച്ചനയെടുത്തിയും എന്നു മുതൽ അനഘയ്ക്ക് നാട്ടിൽ കണ്ടവരായത്? അതൊന്നും ഇപ്പൊ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അത് ശരിയാ, അനഘയ്ക്കല്ലേ ഞങ്ങൾ നാട്ടിൽ കണ്ടവരാവുന്നേ. അനഘയെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ നിന്നോട് വന്ന് ചോദിച്ചിട്ടില്ലല്ലോ എന്നെ എങ്ങനെയാ കാണുന്നതെന്ന്. ഉണ്ടോ? എനിക്കിപ്പൊ നിന്റെ ഏട്ടന്റെ കുഞ്ഞിന് വേണ്ടി പേര് കണ്ടുപിടിക്കാൻ സൗകര്യമില്ല. ഗർഭപാത്രത്തിൽ പോലും കുഞ്ഞായില്ല. അപ്പോഴാ കുഞ്ഞിന്റെ പേരെന്നാളും നോക്കി നടക്കുന്നത്. സാമാന്യ ബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? അത് കേട്ടപാടെ കൂടെ തുള്ളാൻ കുറെ ആൾക്കാരും. ഇത്രയും ആവേശത്തോടെ പേരും നാളും ഒക്കെ കണ്ടുപിടിച്ച് കാത്തിരുന്നിട്ട് ഒരിക്കലും കുഞ്ഞ് ജനിക്കാതെ പോയാലോ? അനഘേ, എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നേ? ആരോടാ പറയുന്നെന്നുള്ള ബോധമുണ്ടോ നിനക്ക്? നിനക്കിത്തിരി കൂടുന്നുണ്ട് കേട്ടോ. പോട്ടെ മോളെ, അവളുടെ നാവിന് ബെല്ലും ബ്രേക്കും ഇല്ലാത്തതാ. മോള് കാര്യാക്കണ്ട. എത്ര ബെല്ലും ബ്രേക്കും ഇല്ലെങ്കിലും ഇങ്ങനൊന്നും പറയരുതെന്ന് പറയണ ഏട്ടത്തി. അച്ഛന്റെ മാത്രം ആഗ്രഹമല്ല ഇത്. ഇപ്പൊ നമ്മളും ഒത്തിരി ആഗ്രഹിക്കുന്നതാ ഒരു കുഞ്ഞിനെ. ഏട്ടത്തിക്കുമില്ലേ ആഗ്രഹം? പറയേട്ടത്തി, ഏട്ടത്തിക്കും സച്ചിയുടെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹമില്ലേ? അതല്ലേ മോളെ ഏട്ടത്തി അവനുള്ള പേര് നേരത്തെ കണ്ടുവച്ചിരിക്കുന്നേ. മോള് ചെല്ല. ചേച്ചിയും കണക്കാ. അവസരത്തിനനുസരിച്ച് കാലു മാറും. അവളെ കണ്ടപ്പോ നേരത്തെ പറഞ്ഞ വീരവാദമൊന്നും ഇല്ലായിരുന്നല്ലോ. എന്തൊരു തേനൊലിപ്പിക്കല. നീ ഈ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ സ്നേഹയോട് പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചു വേണം. അവള് നിന്റെ ഭാവി നാത്തൂനാ, അത് നീ മറക്കണ്ട. ഞാനിപ്പോ അവളെ തലോടി വിട്ടില്ലെങ്കിലേ നീ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ എല്ലാരും അറിയും. മനസ്സിലായോ? ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കരുതെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. നീ ഇത്രയും പറഞ്ഞിട്ടും അവള് നിന്നെ തള്ളി പറഞ്ഞില്ല. അതാ ഈ കുടുംബത്തിന്റെ പ്രത്യേകത. ലക്ഷ്യത്തിലേക്ക് എത്താൻ നല്ല അഭിനയം പഠിക്കണം. സ്വയം അതിനുള്ള കഴിവില്ലെങ്കിൽ കണ്ടെങ്കിലും പഠിക്കണം. എന്നെ അവന്തിക അനഘ എവിടെ? വിളിച്ചില്ലേ മോളെ?
ഇതാ വരുന്നുണ്ട് അച്ഛാ. ആ ആ ഇരിക്ക്. ആ അച്ഛാ. ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. പേരിടൽ മത്സരമല്ലേ? മത്സരമല്ല, അങ്ങനെ കാണണ്ട. ആദ്യം നമുക്ക് ചെറിയവളിൽ നിന്ന് തുടങ്ങാം അല്ലേ അച്ഛാ? മതി, അതാ നല്ലത്. സച്ചിയേട്ടനും അച്ചുവേട്ടത്തിക്കും മോനാണെങ്കിൽ അദ്വിക്, മോളാണെങ്കിൽ വിസ്മയ. ആ നാക്കൊടുക്കുന്ന പേരൊക്കെയാണോ ഇവിടെ കണ്ടുപിടിക്കുന്നത്? പോടാ, എന്നാ പിന്നെ നീ ഒരു പേര് പറഞ്ഞ. ഞാൻ ഉറക്കമുളിച്ച് ഗവേഷണം നടത്തി കണ്ടുപിടിച്ച പേരാ. മോനാണെങ്കിൽ മോനാണെങ്കിൽ വലിയ ബിൽഡപ്പ് ഒന്നും വേണ്ട, പറഞ്ഞാ മതി. ഏതെങ്കിലും ഊളപ്പേരായിരിക്കുമല്ലോ. അത് ശരിയാ. നിന്റെ പേര് നിനക്ക് തന്നെ ഉള്ള പേരെ തോന്നിയതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഒന്ന് പറ സന്ദീപേ. മോനാണെങ്കിൽ വൈഭവ്, മീൻസ് റിച്ച്, പ്രതാപി എന്നർത്ഥം. ഇവിടെ ആരും അർത്ഥമൊന്നും ചോദിച്ചില്ല. എഴുതി ഇവളോട് മിണ്ടായിരിക്കാൻ പറയണേ. സ്നേഹ വേണ്ട. ഇനി സച്ചിയുടെ മോളാണെങ്കിൽ വൈദേഹി നിടം. നല്ല പേരാ, സീതയുടെ പേര്. ഇനി അടുത്തത് അനഘ. നീ എന്താ കണ്ടെത്തിയത്? ആ, ഞാൻ ആലോചിച്ചപ്പോ എന്തിനാ വെറുതെ സമയം കളയുന്നേന്ന് കരുതി. ഞാൻ കഷ്ടപ്പെട്ട് തല പുകഞ്ഞ് ആലോചിച്ചൊരു പേര് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇനി എങ്ങാനും ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാതെ പോയാ പേരൊക്കെ വേസ്റ്റ് ആയി പോവില്ലേ? അതൊക്കെ നിന്റെ ഇഷ്ടമാണൊക്കെ, പക്ഷെ അവരെ ശപിക്കരുത്. എന്റെ അനുഭവം കൊണ്ട് നിന്നിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കുറച്ചുകൂടെ കൾച്ചർ ആവാനൊക്കെ ഇത്രത്തോളം തരം താഴരുത്. മോളെ, അങ്ങനെയൊന്നും പറയരുത്. നിന്റെ ഏട്ടത്തിയമ്മയുടെ അനുജത്തിയ, നിനക്ക് തുല്യം അവള്. നിന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക്. നിനക്കെന്താ എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവാത്തെ? പോട്ടെ എടുത്തി. ആകെ മൂട് കളഞ്ഞു. എന്റെ തെറ്റായിപ്പോയി. എന്റെ പൊട്ടത്തരത്തിന് തോന്നിയൊരു കാര്യം. ആരെങ്കിലും കേട്ടാ കളിയാക്കി ചിരിക്കും. പക്ഷേ എനിക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ ഒരു സന്തോഷം. ഞാൻ കാണുന്ന സ്വപ്നത്തിന് ഒരർത്ഥം വരുന്ന പോലെ തോന്നും. മനുഷ്യന് ചെറുപ്പകാലത്ത് ചെറിയ ആഗ്രഹങ്ങളെ ഉണ്ടാവൂ. പ്രായമാകുമ്പോൾ അത്തരം ചെറിയ ആഗ്രഹങ്ങളിലേക്ക് ചുരുങ്ങും. അതുപോലെ ഇതും. അതൊന്നും സാരമില്ല അച്ഛാ. ഇവിടെ അച്ഛന്റെ സന്തോഷത്തിന് മുൻതൂക്കം. അച്ഛന് സന്തോഷമാവണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു പേരക്കുട്ടിയെ തരണം. അത് മതി. അപ്പൊ അച്ഛനവരുടെ പേര് വേണ്ടേ? ചെസ് നമ്പർ തീർന്നിട്ടില്ല, പാർട്ടിസിപ്പേഷൻ ഇനിയുണ്ട്. ആ, ചെസ് നമ്പർ 4 അവന്തികേട്ടത്തി. സച്ചിക്കും അർച്ചനയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എനിക്കിഷ്ടമുള്ള പേരുകൾ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറയടുത്തി. അത് ഈ സഭയിൽ പറയാൻ പാടില്ല. അതല്ലേ അച്ഛാ അതിന്റെ ശാസ്ത്രം. കുഞ്ഞുങ്ങളുടെ പേര് ആദ്യമായിട്ട് അവരുടെ കാതിലെ വിളിക്കാവൂ 3 പ്രാവശ്യം. എന്നിട്ടേ അത് മറ്റുള്ളവർ കേൾക്കാവൂ. അവന്തിക പറഞ്ഞത് ശരിയാ. അതാ ചടങ്ങ്. അപ്പൊ ഏട്ടത്തി തന്ത്രപരമായി തടിയൂരി. പക്ഷെ അതിലൊരു ശാസ്ത്രീയമായ തടയില്ല ഏട്ടത്തി. നമ്മളിപ്പോ ഇവിടെ പറയുന്ന പേരുകൾ കുഞ്ഞ് കേൾക്കില്ലല്ലോ. കുഞ്ഞ് ജനിക്കുമ്പോ ചെവി പറഞ്ഞാ പോരെ. പ്രസവിച്ച ഉടനെ കുഞ്ഞിന്റെ പേര് ആശുപത്രി വെച്ച് രജിസ്റ്റർ ചെയ്യാൻ പറയുന്നതോ? ശരി, ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് സച്ചി അർച്ചന. ആദ്യം മോള് തന്നെ പറ. അറിയില്ല അച്ഛാ ഏത് പേരിടേണ്ടേന്ന്. മനസ്സ് നിറയെ പേരുകളുടെ പെരുമഴയാ. അതേന്ന് ഒരു പേരെങ്ങനെ കണ്ടുപിടിക്കാൻ എനിക്കറിയില്ല. അവൻ ഇരുട്ടിൽ വെളിച്ചമായി നിറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. ആഹാ, അപ്പൊ സൂര്യൻ അല്ലേ എടുത്തി? ആ, വരട്ടെ വരട്ടെ. കുഞ്ഞിന്റെ അച്ഛന്റെ ഇഷ്ടമുള്ള പേര് വരട്ടെ.
ഗൗരി. ഗൗരി നല്ല സുന്ദരമായ നാട്ടുമ്പുറത്തെ പേരാ മോനെ. ഒത്തിരി ഇഷ്ടായി. അപ്പോ സൂര്യനും ഗൗരിയും. അടുത്ത വർഷം ഈ സമയമാവുമ്പോ എനിക്ക് ഈ പേര് കാതിൽ വിളിക്കാൻ ഒരു നിധിയെ തരുമല്ലോ. ഒരു വർഷമല്ല, ഒരു ജന്മം എടുത്താലും കിട്ടില്ല. അതിനുള്ള യോഗം നെല്ലിശ്ശേരി സേതുമാധവൻ ഇല്ലാന്ന് തന്നെ കരുതിക്കോ.